സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. തൃശൂർ ചാവക്കാട് സ്വദേശിയായ 59-കാരനാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വളരെയധികം ആശങ്കയാകുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതൽ ആളുകൾക്ക് രോഗം ബാധിക്കുന്നു, മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. രതീഷ്, കൂടുതൽ വിവരങ്ങൾ. സ്വാതി, ഇന്ന് വൈകിട്ടും ഒരാൾ രോഗസ്ഥിരീകരണം നടത്തി അല്പസമയങ്ങൾക്കുള്ളിൽ മരിച്ചു എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിൽ വലിയ തരത്തിൽ പനി കൂടുതലായി അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയ്ക്കിടെ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇദ്ദേഹത്തിന് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ രാത്രിയോടെ തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തൃശൂർ ചാവക്കാട് സ്വദേശിയായ റഹീമാണ്, 59 വയസ്സുകാരനായ റഹീമാണ് മരിച്ചത്. ഇപ്പോൾ കോഴിക്കോട് നിലവിൽ 9 പേരാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 8 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. ഒരാൾ സ്വകാര്യ ആശുപത്രിയിലാണ്. 3 കുട്ടികളും ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും മരണം കൂടുതലാകുന്നതും രോഗബാധ വർദ്ധിക്കുന്നതും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പ്രാഥമികമായി ഇതിൻ്റെ പ്രതിരോധ മാർഗം ഇത്തരത്തിൽ ബ്ലീച്ചിങ് നടത്തുക എന്നതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തുന്നുണ്ട്. കോർപ്പറേഷൻ പൂർണ്ണമായും ഇത് പൂർത്തീകരിച്ചു. മറ്റിടങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ഇത്തരം രോഗാവസ്ഥയിലുള്ള ആളുകളുടെ സാന്നിധ്യവും സാഹചര്യവും ഒക്കെ അറിഞ്ഞ് മറ്റ് കൂടെയുള്ളവരും ബന്ധുക്കളും വലിയ ആശങ്കയാകുന്നു എന്നുള്ളതാണ്. വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചൊരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്.